പോയിട്ട് there is no point in discussing further topics other than we just need to know this thing. Okay, so this is our problem. There is a correction here, that is 23, 45, 40, 20, 21/21. So you are allocating in blocks, the largest block first. So the first starting address will be like this, say 0.0, then prefix 21 bits, that is 8, 16, 24. 24 എന്ന് പറയുമ്പോൾ 21 is here. So this is 21, this 101. You can see this slide അല്ലേ? സ്ലൈഡ് കാണാമല്ലോ അല്ലേ? ആരെങ്കിലും പറഞ്ഞു? യെസ്. സോ 21 ഇവിടെ ഒരു ബിറ്റ് കുറഞ്ഞു പോയി ഞാൻ എഴുതിയപ്പോൾ കേട്ടോ. ഇവിടെ ഒരു ബിറ്റ് കുറഞ്ഞു പോയി, എഴുതിയപ്പോൾ ഒരു ബിറ്റ് കുറഞ്ഞു പോയി. അതാണ് എഴുതി വന്നപ്പോൾ ഒരെണ്ണം കുറഞ്ഞു പോയി. അതാണ് പ്രശ്നം. ഇവിടെ 7 ബിറ്റുള്ളൂ. 3, 4, 5, 6, 7, ഒരു 1 കൂടി വരാനുണ്ട് ഇവിടെ. സോ 21 bits. So that is the ending address will be like this. 47 ആണ് റേഞ്ച്. കാര്യം നമ്മൾ മാസ്ക് ഇത്രയും വെച്ചിട്ട് ചെയ്യുമ്പോൾ 21 ബിറ്റ്സിൽ ബാക്കിയുള്ള മാറ്റം 3 ബിറ്റ്സ് തൊട്ട് മാറ്റാം. അപ്പോൾ 2048 അഡ്രസ്സസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. 2K addresses. So then 500 we will allocate. We need 2 500. That means 1024 addresses രണ്ട് ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. 2 big people are taking 1024 addresses out of this. So this ends up as 12 or 512, and that gives you, what do you say, log of 512 is 9, so 23. The mask is 23, so I'm just putting the mask, that is 23 എന്ന് പറഞ്ഞാൽ ഈ ബിറ്റ് വരെ അല്ലേ, ഇതിൻ്റെ ഈ ബിറ്റ് വരെ. So this is preserved, rest is changed to 1. So this is 41 actually. This is 41, right? ഈ ഓവർലാപ്പ് ആണോ വിഘ്നേഷ് പറഞ്ഞത്? യെസ്, നോ? ഇനി അടുത്ത ഇനി 250 വരുമ്പോഴുള്ള നമുക്ക് നോക്കാം കേട്ടോ. 250 വരുമ്പോഴുള്ള 256 വരുമ്പോൾ ഇപ്പോൾ റേഞ്ച് ഇത് ഇങ്ങനെ വിചാരിച്ചാൽ മതി. ഇവിടെ നമ്മൾ 8 ബിറ്റ് എടുത്തു, 8 ബിറ്റ് 255. അടുത്ത അത് ഇൻക്രിമെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാ, ഓവർഫ്ലോ അല്ലേ, അങ്ങനെ വിചാരിച്ചാലും കറക്റ്റാണ്. അപ്പോഴും അത് 41 ആവുന്നു, കറക്റ്റ്. അടുത്ത റേഞ്ച് വരുന്നത് 42 തുടങ്ങുക. 42 തുടങ്ങുന്നത്? 42 തുടങ്ങാൻ പറ്റുള്ളൂ, 42 തുടങ്ങുള്ളൂ. ബിക്കോസ് ഇവിടെ 255 ആയി. ഇനി അടുത്ത ഓവർഫ്ലോ വരുമ്പോൾ അത് 42 ആവും, റൈറ്റ്? സോ ദിസ് ബിക്കംസ് 42 റേഞ്ച്. That is why that may be an error. That's what I think so. So next 512 block is from 23, 45, 42/23. So 42.0/23. So this is 42. Again you have 512. That means one more bit, 23 bits ആണ്. അപ്പോൾ ഇത്രയും ചേഞ്ച് ചെയ്തു, ഇത്രയും റീറ്റെയിൻ ചെയ്തിട്ട് you retain this many bits and change the n bits. So that will make it as what do you say, /43, 23, 45, 43, 255/23. ഇത്രയും ക്ലിയർ അല്ലേ? യെസ്, നോ? ഇത് ക്ലിയർ അല്ലേ? ചാറ്റ് ബോക്സിലൂടെ പറഞ്ഞാൽ മതി, പറയണമെന്നില്ല. ചെവി യു ആർ ഓക്കെ വിത്ത് ദിസ്, റൈറ്റ്? Okay with this explanation till now? Sir, subnet 2 250 address അല്ലേ വരിക? ആ സബ്നെറ്റ് 2 രണ്ടുപേരും 500 വെച്ച് ചോദിച്ചിട്ടില്ലേ അല്ലേ? പ്രോബ്ലത്തിൽ ചോദിച്ചേക്കുന്നത് ഓക്കെ, വേർ ഇസ് ഇറ്റ്, പ്രാക്ടീസ്, റൈറ്റ്? ഇവിടെ എഴുതിയേക്കുന്നുണ്ട് ISP needs to allocate 2 organizations addresses for 2 organizations with each with 500 addresses. 2 500, ഒരു 250, പിന്നെ 250. അങ്ങനെയാടോ വിഘ്നേഷ്? ഓക്കെ, ഇതാണ്. യു മിസ്ഡ് ഔട്ട് ദിസ് തിങ്, ദിസ് 2. യു ടുക്ക് ഇറ്റ് ഫോർ 1 500 പ്രോബ്ലി, റൈറ്റ്? സോ 2 500 ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യണേ. അപ്പോൾ so this makes it
we are here subnet 3 ആണെങ്കിൽ 256 ആണ്, 250 addresses ആണ്. So that makes it 32 minus 8, 24. So 24 in the sense നമ്മൾ നേരത്തെ ഇവിടെ നിർത്തിയത് 43 255ലാണ്. അപ്പോൾ അടുത്ത് വരുന്ന 44 ആവും, 44.0 വരും അല്ലേ. നാച്ചുറലി ദാറ്റ് ഷുഡ് ബി ദ നെക്സ്റ്റ് അഡ്രസ്. നെക്സ്റ്റ് കോണ്ടിഗ്യൂസ് ബ്ലോക്ക് ആയിട്ടാണ് അസൈൻ ചെയ്യുന്നത്, കോണ്ടിഗ്യൂസ് അഡ്രസ്സസ് ആയിട്ട് അസൈൻ ചെയ്യുന്നത്. സോ Maria Sun, you are planning to ask some doubt? I heard your speaker unmuted, microphone unmuted. You are planning to ask some doubt? No. Right. So then this is 44.0. So that is and 255 very up to 256 addresses. You are retaining this 24 bits like that, right? Then comes the fourth subnet, that is also 50 addresses. So you take it as 64. So that is mask is 26, prefix is 26. So you will have 24, that is 8, 16, 24, 26. So this much is kept constant in the final address. So this is 0, 0, 0. So that is 45 and 64. Yeah, 63. 0 to 63 makes അടുത്ത അഡ്രസ് എന്തായിരിക്കും? What should be the next address for the subnet 5? Starting address for subnet 5? Someone say? 64. That is 23, 45, 23, 45, 64. 64. അപ്പോൾ അടുത്തൊരു ബിറ്റിലേക്ക് ഇത് ഓവർഫ്ലോ വരും. അപ്പോൾ ഇത് 01 ആവും. ഇനി 01 റീറ്റെയിൻ ചെയ്താൽ മതി. ഇനി അടുത്തതിൽ വരുമ്പോൾ 01 ആവും. അപ്പോൾ 44, that is 64, right? 64. And this makes it to 7, that is 127 വരെ വരും. 127, 7 ones. പിന്നെ ഇത്രയും നമ്മൾ അലക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കണം. ബാക്കിയുള്ളത് എത്രയാണെന്നാണ് നോക്കാനുള്ളത്. ഇപ്പോൾ ഓവർലാപ്പ് ഇല്ലല്ലോ, ഓവർലാപ്പ് ഒന്നും ഇല്ലല്ലോ, ഒരു അഡ്രസ് റേഞ്ചിൽ ഓവർലാപ്പ് ഇല്ല. നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്തത്. പടം വരയ്ക്കണേ അവസാനം, പടം ഞാൻ വരച്ചിട്ടില്ല. സോ അൺഅലൊക്കേറ്റഡ് അഡ്രസ്സസ് ഈ റേഞ്ചിലാണ്. 44 അല്ല, 45 എനിക്ക് അവസാനം തെറ്റ് പറ്റിയതാണ്. ഇത് 45 ആണ്. ഇതൊക്കെ തെറ്റിയതാണ്, എററാണ്. ഇവിടെ 45 എന്ന് എഴുതി, ഇവിടെ 44 എന്ന് എഴുതി. തെറ്റിയതാണ് കേട്ടോ, തിരുത്താൻ പറ്റിയില്ല. എൻ്റെ കയ്യിൽ ആ ടെക് ഫയൽ പോയി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതേ പേരിൽ ഒരു ബ്ലാങ്ക് ഫയൽ അങ്ങ് സേവ് ചെയ്തു. I had kept it open and it happened like that. I had kept 2 files open. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എറർ പറ്റിയതാണ്. ലീവ് ഇറ്റ്, ദാറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നു മേളിൽ കേട്ടോ. ഇത് 45 ആണ്, 101. സോ ദാറ്റ് ഇസ് 32, 40, 44. ഇവിടെ ഒരു 1 കൂടി വരണേ, ഇവിടെ ഒരു 1 കൂടി വരണം. 0 അല്ല, ഇവിടെ 1 ആണ്, എന്നാലേ 45 ആവുള്ളൂ. So that is this is also an error. ഇവിടെ error indicate ചെയ്തിട്ടുണ്ട് ഞാൻ. 45 ആണ്. So this is the ending address is 47. So you have allocated what do you say, 1408 addresses. So balance is 640 addresses are remaining. So this is the way in which your ISP, all those people allocate addresses. അവർ നമ്മൾ സ്റ്റാറ്റിക് ഐ പീസ് അല്ല സാധാരണ ISP എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഡൈനാമിക് ഐ പീസ് നമുക്ക് കിട്ടുന്നത്. ഇഫ് യു ഹാവ് ഹാവിങ് എ പെർമനൻറ്റ് ലീസ് ലൈൻ, ദേ വിൽ പ്രൊവൈഡ് എ സ്റ്റാറ്റിക് ഐ പി. സ്റ്റാറ്റിക് ഐ പിക്ക് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, കാശ് അധികം കൊടുക്കണമെന്നേ ഉള്ളൂ. സോ യു ക്യാൻ. സോ we continue with our discussion. I'll just host the slide. So hope you can see the slide. You can see the slide, right? Slide കാണാലോ? You can see the slide? Yes, sir. Right. So this is what we are discussing, CIDR, classless interdomain routing. അതിൻ്റെ അത് സബ്നെറ്റിംഗ് ആണ് നമ്മളിപ്പോൾ തീർത്ത ടോപ്പിക്. We discuss subnetting.
So slash notation എല്ലാം കണ്ടു. So we saw these things, then we went on for a problem. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തു. റൂട്ടിങ്ങിൽ അഡ്രസ്സസ് നോക്കിയിട്ടാണ് നെറ്റ്വർക്കിലേക്ക് റൂട്ട് ചെയ്യുന്നത്. Address allocation, this is what we did. This ISPs usually subnet to us all those things. That is how you get the IP. And we saw the registries, regional internet registries. So there are local internet registries also. IP block allocation, other than designing subnets. Now ഇതുപോലൊരു പടവും കൂടി വരയ്ക്കണം കേട്ടോ. ഇപ്പോൾ ക്ലാസ്സിലുള്ള പ്രാക്ടീസ് പ്രോബ്ലത്തിന് ഇതുപോലൊരു പടവും കൂടി വരച്ചാലാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. It's better to draw it. It will be clear. Idea will be clear. Just വെറുതെ വരച്ചാൽ മതി. ഇതുപോലെ ഒരു ബ്ലോക്ക് ആയിട്ടൊന്നും വരയ്ക്കണമെന്നില്ല, ഇങ്ങനെ വരച്ചാൽ മതി. ജസ്റ്റ് ഇങ്ങനെ ലൈൻ വെച്ച് ഇത്ര N64 അത് ഇതൊക്കെ എഴുതിയാൽ മതി. Address aggregation. So address aggregation or route summarization. Yesterday I mentioned that this is one of the advantages of this CIDR. Say you can just advantage of CIDR is that your routing tables in your routers can be reduced very much. You can just say for instance, it's like on a highway you are going to Balrampur in Trivandrum from Ernakulam. You needn't bother about the exact road to Balrampur until you get to Trivandrum, Tambanur at the most. Okay, so same way you can summarize the route. You can say the routing can be done on the prefix Trivandrum city എന്ന് പറഞ്ഞാൽ വിട്ടാൽ മതി. Same way. So ISP will be dividing into subnets, all those things. You can just give it to the ISP will route it to the correct thing. So you can reduce the complexity involved at the top level. So this is some sort of decentralized approaches there. So address aggregation or route summarization. So something like this, say you have your ISP has assigned a big block of addresses and it has allocated it to these many users, 4 users, and then all of them are connected to the internet, not all at the same time, several times at different times, but the internet will be seeing it, understanding that this range of IPs belong to this ISP. Later on we will see that there is another concept which is called as autonomous systems, AS, autonomous systems. So autonomous systems or ISP, either of these you can say. So all the traffic which is routed which is in this range will be routed to this. It need not bother about the exact machine. The exact machine, all those things is ISP will bother. It knows who is this in the which network this particular thing belongs. So this is the advantage of route summarization, right? So or address aggregation, both these things mean the same. So again there are some special addresses. Last day someone, Alan I think, asked, there are special addresses. So local host, this host, all those things. That is there's a loop back addresses there. This host is 0.0/0. So this is it doesn't know the the address to so that is doesn't know its address, its own address. Say for instance during this process called as DHCP. DHCP is a process by which dynamic host control protocol. That is what we learn about this DHCP discovery, all those things, how it happens. But anyway, for the present you know that there is some point where it doesn't know say that is when you connect to the internet. You don't have an IP unless you have requested for a static IP and you have got it. You don't know your IP. IP is allocated dynamically by the ISP. So before that it has to send something to the ISP, handshake sort. So that way it doesn't know its address, so it will send its address as 0.0.0.0/32. So this host, this is please give me an address like that. That is, it can consider this request like that. Please give me an address. Then limited
broadcast address. So all devices, it is sent to all devices. Then loopback address is, this is the local host, you call it as local host. So ping local host എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വിൻഡോസിലാണെങ്കിലും കിട്ടും ping local host. So 127.0.0.0. It is used for testing purposes. You say you deploy a web server, Apache server or web applications deploy on test. You can test on before you deploy on what do you say, the actual server. You can test it on your PC. Then there are private addresses. This is what you can use. This is very popular address 192.168.0.0. Your home routers usually assign you IPs using this range 192.168. If you check your machine IP using ifconfig or ipconfig, ifconfig in Linux or ipconfig in Windows, you won't get your public IP. That means the IP which is seen by rest of the internet. You will get to know only this IP. If you want to know that, you will have to visit some site which will tell you your IP. What is my IP? You just search in Google what is my IP, it will show your IP. There are other ways to do it as well, but the simplest way is this. So then there is a multicast address. These are CIDR special addresses. These are reserved addresses for use for different purposes. So this can be used. Your college network, all those things will use in this range 192.168, 200, 227, 224. അതൊക്കെയാണ് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണം. These are private addresses. We can use for internal subnetting like that. Then there is something called as a network address translation. I mentioned that your router does not router acts as sort of firewall. It just doesn't show the people what your machines are there. It just has publicly it is visible. There will be a public IP for your device which is given by your ISP for your network actually. For example, your home has 5 devices, say 3 mobile phones and 2 tablets, 2 laptops, 2 PCs connected to the net. All those things are on a single IP, and this router is doing this internal subnetting, all those things. So external world, it will see this this IP, but it will protect your devices. It acts as a what do you say, whatever data is destined to outside will be there will be an address translation mechanism, network address translation, or also reverse process also there are some ways to do these things. We won't discuss this in this topic. So network address translation, it's sort of a lookup table like thing, but NAT. So network address translation is a key part. Unless you don't have a router, you are directly connected, then and everyone will know your IP. Everyone will know your so you don't have a layer of protection like that. So there is no absolute security as well. Now there is a question. This is a assignment question 1. So you will